ഏകപക്ഷീയ ഭേദഗതിയോ എന്നതാണ് ചോദ്യം. അതിച്ചിരി കൂടുതലല്ലേ? എന്താണ് വഖഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ എല്ലാവർക്കും വഖഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. പക്ഷേ മുനമ്പത്തിന് ശേഷം മലയാളികൾക്ക് വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാമെന്ന് നമുക്ക് വിചാരിക്കാം. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരാൾ തൻ്റെ സ്വത്ത് ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇത് നൂറ്റാണ്ടുകളായി ഇസ്ലാം മതത്തിൽ നിലനിന്നു പോരുന്ന ഒരാചാരമാണ്. വഖഫുമായി ബന്ധപ്പെട്ട് അതും ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള യാത്ര തന്നെയാണ്. നാളെ ഇത് ജൈന സമുദായത്തിലേക്കും ക്രിസ്തീയ സമുദായത്തിലേക്കും ബുദ്ധ സമുദായത്തിലേക്കും ഒക്കെ തന്നെയും വരാം, പാഴ്സി സമുദായത്തിലേക്കും ഒക്കെ തന്നെയും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മുന്നോട്ട് വരാം. അതിൻ്റെ ഒരു ചുവടുവെപ്പായിട്ട് വേണം നമ്മൾ കാണാൻ. ഞാനിത് ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. അതിന്റെ കാരണം സംവിധാനമുണ്ടോ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ജൈനമതത്തിലൊക്കെ ഈ വഖഫ് പോലെയുള്ള ഓരോരുത്തരും അവരവരുടേതായ മതത്തിന്റെ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. അതൊരു സെക്യുലർ സ്റ്റേറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന വേറെ ഏത് മതവിഭാഗമാണ്? അല്ല, മതം ഇപ്പം ഹിന്ദുക്കൾ മതനിയമം അനുസരിച്ചല്ലേ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. അല്ലല്ല, അങ്ങനെയല്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മരണാചാരം ആചാരങ്ങളുണ്ട്. സർക്കാർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താണ് വിവാഹം കഴിക്കുന്നത്. അതെ, ഇപ്പൊ സമാധിയുടെ വിവാഹമോചനവും അങ്ങനെയാണ്. എന്നെ തലാഖ് ചൊല്ലാൻ പറ്റില്ല. അതെ, ആയിക്കോട്ടെ. ഞാൻ നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ, അത് പോരല്ലോ സാറേ.